ഓർക്കാറുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞേ? എന്നെ നീ ഓർക്കാറുണ്ടോ? അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയരുത്. ദൈവം പോലും പൊറുക്കൂല. അറിയാമോ നിങ്ങൾക്ക്, കല്യാണം കഴിഞ്ഞ് 4 ദിവസമായി. 4 ദിവസം ഞാൻ ഇതുവരെ ഒരു മോളെ കണ്ണടച്ചിട്ടില്ല അനീഷേട്ടാ, ഒരു മോളെ കണ്ണടച്ചിട്ടില്ല. ഉറക്കിയിട്ടില്ലല്ലേ? എന്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അനീഷേട്ടാ. അനീഷേട്ടാ എത്രയും പെട്ടെന്ന് ഒരു നല്ല സുന്ദരി പെണ്ണിനെ കെട്ടണം. എന്നെക്കാട്ടിന് സുന്ദരി നല്ല പൈസ ഉള്ള പെണ്ണിനെ കെട്ടണം. എന്നിട്ട് എന്റെ അനീഷേട്ടൻ എന്റെ മുന്നിൽ അന്തസ്സായിട്ട് നടക്കണം. എല്ലാ തേപ്പുകാരുടെയും ലാസ്റ്റ് ഡയലോഗാണ് ഇത്. ഈ ഡയലോഗ് കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക എല്ലാ തേപ്പുകാരികളും. വേറെ ഡയലോഗ് ഒരു ചേഞ്ചിനെങ്കിലും പഠിച്ചു വെക്കണ്ടായിരുന്നോ? എന്നോട് പൊറുക്കണം അനീഷേട്ടാ. എന്നോട് പൊറുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിന്റെ അച്ഛനൊന്നും സമ്മതിച്ചില്ലല്ലോ. ഞാനൊരു ട്യൂൺ പാടാം. അത് നന്നായിരിക്കും, അത് അസലായിരിക്കും. ലാ 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 അല്ല, ഇത് തന്നെ വേണമെന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്താം. നേരത്തെ പാടിയ ട്യൂൺ തന്നെയാണല്ലോ. ഒരിക്കൽ കേട്ടതല്ലേ അത്. നിങ്ങൾ അത് തന്നെ പാടിക്കൊണ്ടിരുന്ന പിന്നെ ഇതങ്ങനെ ശരിയാവും. ഞാൻ പറഞ്ഞുതരാം. അതോടു ഞാന് അബുദാബി നേരെ ദുബായിൽ ഇരുന്നത്. ദുബായിൽ ഇങ്ങനെ അറബിയിൽ നിൽക്കുവാ ഞാൻ. അവിടെ സമയത്ത് ഏറ്റവും പഠിച്ച മേരിക്കുട്ടി, ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ഞാൻ നിനക്കുള്ള സ്വർണം ഒരു ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ മേരിക്കുട്ടി ഞാനവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്ന സമയത്ത് മേരിക്കുട്ടി എന്റെ നമ്പരങ്ങ് വാങ്ങിച്ചു. അച്ഛന് മാറ്റിട്ടുണ്ട് 1.5 ഗ്രാമിന്റെ ഒരു മാല. എന്തോ കാര്യത്തിലായിരുന്നു അച്ഛന് വേണ്ടി ഈ ഇറക്കമുള്ളൊരു മാല ഉണ്ടായിരുന്നു. അല്ല, എന്റെ മാലയുടെ കൂട്ടി യോജിപ്പിച്ചിട്ട് എന്റെ ഈ പുക്കിളിന്റെ ഇവിടെ കിടക്കട്ടോ. അതാകുമ്പോഴേ ലോക്കേറ്റ് പുക്കിളി പിടിക്ക് നിന്റെ അച്ഛൻ അവിടെ കിടക്കണം. പിന്നെ അങ്ങനെ ഇവളുമായിട്ട് നടന്ന് സംസാരിച്ച് അവിടെ നടന്നു കഴിഞ്ഞപ്പോ ഈ മേരിക്കുട്ടി എന്നോട് പറയാം, നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. നിന്റെ അമ്മയ്ക്ക് ഒരു വള വാങ്ങിച്ചിട്ടുണ്ട്. വേണ്ടായിരുന്നു. മേരിക്കുട്ടി എന്നെ സ്വർണ്ണമില്ല, ഞാൻ അടിക്കാൻ. അതുകൊണ്ട് ഞാൻ പോകുന്ന 2 മാസത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കുഞ്ഞിനെയൊക്കെ നോക്കാനായിട്ട് ഞാൻ ഒരു ഫീമെയിലിനെ വെച്ചിട്ടുണ്ട്. ആ, എപ്പോഴാ പോകുന്നേ? അയ്യോ അങ്ങനല്ല, അവർ എപ്പോൾ വരും എന്ന് ചോദിക്കണം. അതിൽ നീ എപ്പോഴാ പോകുന്നേ? ആ, മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടോ. ഞാൻ 1-ാം തീയതി പോകും. 1-ാം തീയതി പോവല്ലേ? 1-ാം തീയതി പോവല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്നോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? അതല്ല, 1-ാം തീയതി ബിവറേജ് അവധിയില്ലേ? നീ പോകുന്ന സന്തോഷത്തിൽ ഞാൻ എങ്ങനെ വെള്ളം അടിക്കും? നീ 2-ാം തീയതി പൊക്കോ. 2-ാം തീയതി പോയാലും 1-ാം തീയതി പോയാലും 2 എണ്ണം തന്നിട്ടേ ഞാൻ പോകും. ഹലോ, എന്ത് നിക്കാതെ വിളിച്ചുകൊണ്ടിരിക്കണേ? എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് വേഗം ഇങ്ങോട്ട് പോകും. ഞാൻ എന്തിനാ പോരുന്നേ? ഞാൻ കഴിയുമ്പോ കേൾക്കും കാര്യം വേഗം ഇങ്ങോട്ട് പോരി. എന്തായാലും എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അയലോക്കാരല്ലേ, നിങ്ങളൊരു കമ്പനിക്കാരും ആ തന്ത, ആ കറുത്തിട്ടുള്ള തന്ത, അതന്നെ പ്രശ്നം. അയലോകത്ത് സംസാരിക്കേ? ആ അംസാഖന്നെ, അംസാഖ. എന്നിട്ട് അംസാഖാന്റെ കോഴി ഇവിടെ വന്നിരുന്നോ, അതിനെ ഞാൻ എറിഞ്ഞു. അത് അയാൾ കണ്ടിട്ട് അയാളെ തുണി പൊക്കി കാണിച്ചു നിക്ക. ഞാൻ കണ്ടില്ല. നീ അവള് കാണാൻ തന്നെ എന്തിരിക്കണത്? ആ കരിക്കട്ടല്ലേ, അവൾക്ക് തോട്ടടിച്ചത് കൂടി കാണൂല. ആ തന്തക്ക് ഞാൻ ചുട്ട മറുപടി കൊടുത്തിക്കണേ. എന്റെ മാപ്പിള ഇന്നോ നാളെ വരും, ഞാന് എന്റെ മാപ്പിളിന്റെ തുണി പൊക്കി കാണിച്ചു തരാണ്. ഇതൊന്ന് വേഗം വരില്ലേ, അലയിന്റെ വാക്കിന് വരില്ലാതായി ആവും. അത് എല്ലാരും കാണും ചെയ്ത്. അയൽക്കാർ നമ്മളെ സുബൈത്തിയും കുഞ്ഞിമ്മും മാളുമ്മും പാത്തുമ്മും എല്ലാരും വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാരും അടിയിൽ ഞാൻ ഈ വെല്ലു വിളിച്ചിട്ടുണ്ട്. വേഗം വരും.